രാധാകൃഷ്ണൻ ചേട്ടൻ ഇനി ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ ആദ്യം കാണുന്നത് സലീം കുമാർ ചേട്ടൻ്റെ ട്രൂപ്പിന്റെ റിഹേഴ്സൽ ക്യാമ്പ് നോർത്ത് പറവൂലെ വാവക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു SNDP ഹാളിൽ നടക്കുകയാണ്. അപ്പൊ ഞങ്ങളൊക്കെ അവിടെ റിഹേഴ്സലിന് പുതിയ പിള്ളേരായിട്ട് ഇരിക്കുമ്പോൾ അവിടെ വൈകുന്നേരങ്ങളിൽ BSA SLR സൈക്കിളുമായിട്ട് ഒരാൾ വരും. അപ്പൊ നമ്മളോട് അവിടെ നിൽക്കുന്നവർ ഇത് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളാണ്, ഹരിശ്രീയിലെ ആർട്ടിസ്റ്റാണ്, കൊച്ചിൻ ഹരിശ്രീയിലെ ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞ് ഞാൻ അന്ന് എന്ന് രാധാകൃഷ്ണൻ ചേട്ടനെ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ തുടർന്ന് രാധാകൃഷ്ണൻ ചേട്ടൻ ഏറ്റവും പോപ്പുലർ ആയത് നമ്മൾ ഇങ്ങനെ കണ്ട കുട്ടികൾക്കൊന്നും പെട്ടെന്ന് രാധാകൃഷ്ണൻ ചേട്ടൻ മനസ്സിലാവില്ല. രാധാകൃഷ്ണൻ ചേട്ടൻ ഒരു സാരിയൊക്കെ എടുത്ത് ഒരു വിഗൊക്കെ വെച്ചിട്ട് നാണിത്തള്ള എന്നും പറയുന്ന ഒരു വേഷത്തിലാണ് നമ്മുടെ പല സ്കിറ്റുകളിലും വന്നിട്ടുള്ളത്. ആ നാണിത്തള്ളയാണ് രാധാകൃഷ്ണൻ ചേട്ടനെ ഏറെ ജനകീയമാക്കിയത്. എത്ര വർഷമായി പരിപാടി തുടങ്ങിയിട്ട്? ഞാൻ 1978 മിമിക്രി ആരംഭിക്കുന്നത്. പക്ഷെ മിമിക്രി എന്നുള്ള പേര് വന്നിട്ടില്ല എന്നുള്ളൂ. അന്ന് ശബ്ദാനുകരണമൊക്കെ അന്ന് 78 തുടങ്ങി. അത് നാണിത്തള്ളയുടെ ശബ്ദം കൊടുക്കുന്നത് 1984 സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോ അങ്ങനെയാണ്. പിന്നെ കൊച്ചിൻ ഹരിശ്രീയിലൊക്കെ ഏത് വർഷം എത്തി ചേട്ടൻ? കൊച്ചി ഹരിശ്രീയിൽ 89 തൊട്ട് എത്ര വർഷം ഹരിശ്രീയിൽ കളിച്ചു? ഞാനൊരു 13 വർഷം കൊച്ചിൻ ഹരിശ്രീയില് അശോകൻ ചേട്ടനെ കൊള്ളകാലം വരെ കളിച്ച. ഹരിശ്രീ അശോകൻ ചേട്ടന്റെ ഒപ്പം കളിച്ചു. ഹരിശ്രീ അശോകൻ ചേട്ടന്റെ ഒപ്പം എത്ര വർഷം കളിച്ചിട്ടുണ്ട്? ഒരു 5-8 വർഷം ഒന്നിച്ച് പ്രോഗ്രാമിന് പോയിട്ടുള്ളതാണ്. അശോകൻ ചേട്ടനും നിങ്ങളും ഒക്കെ കൂടെ ഒരു ട്രൂപ്പിലാണ് ഒരുപാട് വർഷം കളിച്ചിട്ടുള്ളത്. ഒരുപാട് വർഷം കളിച്ചിട്ടുണ്ട്. അതെ ചേട്ടാ, എത്ര ആക്ടേഴ്സിനെ അനുകരിക്കാറുണ്ടായിരുന്നു? എത്ര നടന്മാര്? ഞാൻ കൊച്ചിൻ ഹരിശ്രീയിൽ ഇന്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞപ്പോ ഒരു 10-13 സ്റ്റാറുകൾ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്താലും നാണിത്തളുടെ ഒരു ടച്ച് വരും, അതുകൊണ്ട് നിർത്തി ഇടപാട്. നാണിത്തള്ളയുടെ കൊണ്ടുള്ള ഉപദ്രവമായി പോയി. അതെ അതെ. ഞങ്ങൾക്ക് വേണ്ടി ഈ നാണിത്തള്ളയുടെ ഒരു ഒറ്റക്കുള്ള ഒരു വർത്താനം കുറച്ച് ഒരു പെർഫോമൻസ് കാണിച്ചു വെക്കാൻ പറ്റാതെ? എന്റെ മോൻ കല്യാണം കഴിച്ചൊരു കെട്ടിലമ്മൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അവള് കെട്ടിക്കേറിയ നിമിഷം ഒരു കൈകാല് വിറവലും വായെന്നൊക്കെ നൊത്തേന്നോളേക്ക് വീണ ഒരൊറ്റ വീഴ്ച. ഞാൻ വിചാരിച്ച അവസ്മാരത്തിൻ്റെ അസുഖം വിചാരിച്ച് എൻ്റെ വീടിൻ്റെ താക്കോൽ അവളുടെ കയ്യിൽ കൊടുത്ത് അവളുടെ വിറവലും മാറി. എന്നാ താക്കോൽ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് എൻ്റെ വിറവല് മാറുമെന്ന് എനിക്കൊക്കെ അറിയാൻ പാടില്ല. ദൈവമേ ഭഗവാന്. പാട്ടുകാരനായിട്ടാണ് എന്നെ ഹരിശ്രീയിൽ ഇന്റർവ്യൂ ചെയ്ത് രാധാകൃഷ്ണൻ ചേട്ടൻ പരിപാടിയിൽ എത്തുന്നത് പാട്ടുകാരനായിട്ടാണ്. അതെ, പാട്ടുകാരനായിട്ടാണ് ഞാൻ എന്നെ ഇന്റർവ്യൂ ചെയ്തെടുത്തത്. ഒരു 150 പേരോളം ഇന്റർവ്യൂവിന് വന്നിട്ട് സെലക്ട് ചെയ്തത് എന്നെയും ഒനിയുടെ ബക്കറിനെയും മാത്രമാണ്. ബക്കർമാള ഒനിഡയിൽ ചേട്ടൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ? ഒനിഡയിൽ ഞാൻ ചെയ്തിട്ടില്ല. ഹരിശ്രീയിൽ ഒരു 13 വർഷത്തോളം ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. ഹരിശ്രീയിൽ 13 വർഷത്തോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രീലാൻസിങ് ആയി അല്ലേ? അതെ. പിന്നെ ആരെ വിളിച്ചാലും പോകണം. ആര് വിളിച്ചാലും നമ്മൾ പോയി പരിപാടി ചെയ്യുന്ന അവസ്ഥയിലേക്ക്. സ്കിറ്റുകളല്ലേ കൂടുതലും ചെയ്തോണ്ടിരുന്നത് അന്ന്? സ്കിറ്റുകള്, പാട്ടുകളും. അതെ. രാധാകൃഷ്ണൻ ചേട്ടൻ ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ആരൊക്കെയായിരുന്നു ആ സമയത്ത്? എനിക്ക് സുധീർ പറവൂരൊക്കെ ആയിരുന്നു ഏറ്റവും. സുധീർ സുകുമാരൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ പരിപാടിയിലെ കേശവമാവന്റെ കാര്യം പറയുന്നത്. എനിക്ക് വേറൊരു കാര്യം പറയണ്ടേ, നാണിത്തള്ള ഒച്ചയിൽ പറയാതെ. കേശുമാമെന്നും പറഞ്ഞൊരാളിവിടെ വന്ന് കെട്ടിക്കേറിയിട്ടുണ്ടല്ല. ഇങ്ങോര് എന്നെ ട്യൂൺ ചെയ്യാൻ പലപ്പോഴും നോക്കിയിട്ടുണ്ട്, പക്ഷെ ഞാൻ പിടികൊടുത്തിട്ടില്ല. അതിന്റെ വിഷമത്തിലാണ് ഈ ഫ്ലോറിൽ കയറിയാക്കണത്. ഐശ്വര്യ, ഈ രാധാകൃഷ്ണൻ ചേട്ടനെ നമ്മുടെ ഇവിടെ ഉള്ള കേശവമാമനുണ്ടല്ലോ, കേശവമാമൻ വളരെ ഗംഭീരമായിട്ട് അനുകരിക്കും. പല സന്ദർഭങ്ങളിൽ ഞാൻ അനുകരിച്ച് കണ്ടിട്ടുള്ളതാണ്. എന്നെ അനുകരിച്ച് ഒരുപാട് ആൾക്കാർ കാശുണ്ടാക്കുന്നുണ്ട്. അതിൽപ്പെട്ടാണ് ഈ കേശവമാമൻ, നിങ്ങളുടെ കേശവമാമൻ. സിനിമകൾ ഏതെങ്കിലും ചെയ്തിരുന്നു രാധാകൃഷ്ണൻ ചേട്ടാ? ഞാനൊരു 8-9 സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് അണ്ണാർക്കണ്ണ് തന്നെ അല്ലായത് കലാഭമണി നായകനായിട്ടുള്ള സിനിമയിലാണ് ആദ്യമായിട്ട്. അതൊരു നാണിത്തളുടെ പോലത്തെ ഒരു ഫീമെയിൽ വേഷം തന്നെയാണ് ചെയ്തിരുന്നത്. പിന്നെ അതിനുശേഷം എല്ലാവരും മെയിൽ വേഷങ്ങളൊക്കെ ചെയ്തിരുന്നു. അതിനകത്ത് രാധാകൃഷ്ണൻ ഒരു ആണാണ് ആ വേഷം ചെയ്തെന്നുള്ളത് പലർക്കും അറിയില്ല. ആ പടത്തിനകത്ത് ഒരു അമ്മൂമ്മയായിട്ട് തന്നെയാണ് രാധാകൃഷ്ണൻ അതിനകത്ത് ചെയ്തിട്ടുള്ളത്. അതിൽ കുറെ ആർട്ടിസ്റ്റുകൾ ഇപ്പൊ കലാഭമണി അടക്കം ഈ ജാഫർ അടക്കം എല്ലാവരും ഈ ഫീമെയിൽ വേഷം വരുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഫീമെയിൽ വേഷം അടിച്ചൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ മാത്രം അത് തുടർന്ന് ആ തള്ളയായിട്ട് തന്നെ അവസാനിക്കുന്നുള്ളൂ. അളിയൻ്റെ കുറച്ച് പൈസ കടം പേടിച്ചിട്ടാണ് ഹരിശ്രീയിൽ വന്നത്. അപ്പോൾ അവിടെ മ്യൂസിക് എടുക്കുന്ന ആൾക്കാരെ മാത്രം മതി എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ എനിക്കാണ് മ്യൂസിക് ഒരു പാട്ടിന്റെ പോലും ഒച്ചെടുക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. ഹാസ്യഗാനങ്ങളായിരുന്നോ? ഇല്ല, അല്ലാത്ത പാട്ട്. സൂപ്പർ പാട്ട്. ഒരു ഉദാഹരണത്തിന് ഒരു നാടകാനം. താഴമ്പൂമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി പൂമുഖ കിളിവാതിൽ
അടയ്ക്കുകയില്ല കാമിനി നിന്നെ ഞാൻ തുറക്കുകയില്ല താഴം പൂമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി. രാധാകൃഷ്ണന്റെ പാട്ട് പഠിച്ചിട്ടുള്ളതല്ലേ? ഒരു 5-6 വർഷം പോയി പഠിച്ചിട്ടുണ്ട്. 6 വർഷം ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടുള്ള പക്ഷെ ഇപ്പൊ ശ്വാസതടസ്സം കാരണം ബൈപ്പാസ് കഴിഞ്ഞ് എൻ്റെ ഒരു ഇതുണ്ട്. പക്ഷെ 6 വർഷം ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ച ആളാണ് കേട്ടോ രാധാകൃഷ്ണൻ ചേട്ടൻ. അതെ. ആ